നമസ്കാരം. 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 28 ശനിയാഴ്ചയാണ്. മിഥുനം 14. സംസ്ഥാനത്ത് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 5 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ഇതടക്കം പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിക്ക് മുകളിലെത്തിയാൽ ഇന്ന് സ്പിൽവേ ഷട്ടറുകൾ തുറക്കും. കനത്ത മഴയെ തുടർന്ന് തൃശൂർ പീച്ചി ഡാമിന്റെ ഷട്ടർ ഇന്ന് ഉയർത്തും. വിശദാംശങ്ങളുമായി ഇപ്പോൾ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന്, സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്, വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം രാഹുൽ വിജയനിലേക്കാണ്. രാഹുൽ, ഇടുക്കിയിൽ കനത്ത മഴയുണ്ട്. ഈ മുല്ലപ്പെരിയാറിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് ഉയർത്താൻ സാധ്യതയുണ്ടോ? തമിഴ്നാട് ഇക്കാര്യം അറിയിച്ചിരുന്നുവല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ? ഉന്മേഷ്, ഇപ്പോൾ ഇടുക്കിയിൽ മഴ ഒരല്പം മാറി നിൽക്കുകയാണ്. രാത്രിയിൽ പക്ഷേ കടുത്ത മഴ പരക്കെ പെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്ഥിതി ആശങ്കപ്പെടേണ്ട ഒരളവിലേക്ക് ജലനിരപ്പ് ഉയരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ 136 അടിയിലേക്ക് പെട്ടെന്ന് ജലനിരപ്പ് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു വിലയിരുത്തൽ. അത് മാത്രമല്ല, തമിഴ്നാടും അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോവുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ ഷട്ടറുകൾ തുറക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം 135.55 അടിയിലേക്ക് മാത്രമേ ജലനിരപ്പ് ഉയർന്നിട്ടുള്ളൂ. 136 അടിയിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ ഈ തുറക്കുന്ന കാര്യത്തിൽ തമിഴ്നാട് ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. ഏതെങ്കിലും സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് തുറക്കേണ്ടതില്ല എന്നുള്ളതാണ് തമിഴ്നാടിന്റെ ഒരു നിലപാട്. പരമാവധി 136 അടിയിൽ തന്നെ ജലനിരപ്പ് ക്രമീകരിക്കുക. അതിനുശേഷം ആവശ്യമായ ഘട്ടം എത്തിയാൽ മാത്രം ഇത് പുറത്തേക്ക് ഒഴിക്കാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ്. എന്തായാലും പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുകയാണെങ്കിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. പെരിയാർ, മഞ്ചുമല, അതുപോലെ തന്നെ ആറ്റോരം, അയ്യപ്പൻ കോവിൽ, ഉപ്പുതറ, ഈ ഭാഗത്തൊക്കെ, ഈ പെരിയാർ ഒഴുകിപ്പോകുന്ന ഭാഗത്ത് അപകട സാഹചര്യങ്ങളിലുള്ള വീടുകൾ, അതായത് പെട്ടെന്ന് വെള്ളം കയറാൻ സാധ്യതയുള്ള വീടുകൾ 885 എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്ക്. ഈ വീടുകളിലൊക്കെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതിനുവേണ്ട നടപടി സ്വീകരിക്കും എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മഴ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ പെരിയാറിലെ ജലനിരപ്പും വലിയ കാര്യമായിട്ട് ഉയർന്നിട്ടില്ല. ജലനിരപ്പ് കുറയുകയും ചെയ്തിട്ടുണ്ട്. അത് മുല്ലപ്പെരിയാറിലെ വെള്ളം വന്നാൽ പോലും ആശങ്കപ്പെടേണ്ടതില്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. നിലവിലുള്ളൊരു സ്ഥിതി വരും മണിക്കൂറുകളിലും തുടരും. മാത്രമല്ല, ഷട്ടറുകൾ ഉയർത്തി, സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി ആ വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുകയാണ് എങ്കിൽ 12 മണിക്കൂർ മുൻപ് തന്നെ അറിയിപ്പ് ലഭിക്കും. മാത്രമല്ല, പകൽ സമയത്ത് മാത്രമേ ഷട്ടറുകൾ ഉയർത്തുകയുള്ളൂ. രാത്രികാലങ്ങളിൽ ഉയർത്തുകയുമില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഷട്ടറുകൾ ഉയർത്താനുള്ള സാധ്യത വളരെ വളരെ കുറവുമാണ്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ സുർജിത് അയ്യപ്പത്തുണ്ട്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. നിരവധി ദുരന്ത സാധ്യതാ മേഖലകളുള്ള ജില്ലയാണ് വയനാട്. അവിടെ കഴിഞ്ഞ ദിവസം മഴയുണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. ഇന്ന് മഴയിൽ വലിയ രീതിയിലുള്ള കുറവുണ്ട്. ഇന്നലെ രാത്രിയിലും മഴയുടെ അളവിൽ കുറവുണ്ട്. ഇന്നലെ രാവിലെയാണ് ബാണാസുര അണക്കെട്ട് തുറന്നത്. ഇതുമൂലം കബനിയിൽ നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. 50 ഘനമീറ്റർ വരെ വെള്ളമാണ് സെക്കൻഡിൽ തുറന്നു വിടുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 10 സെന്റിമീറ്ററാണ് ഷട്ടർ ഉയർത്തിയിട്ടുള്ളത്. ഇതുമൂലം ചിലയിടങ്ങളിൽ, അതായത് വെള്ളക്കെട്ട് ഒഴിവാകാത്തൊരവസ്ഥ ചിലയിടങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ഈ കോട്ടത്തറ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറുമണി അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറിയ നിലയാണ് ഉള്ളത്. ഒപ്പം ഈ തവിഞ്ഞാൽ, തൊണ്ടർനാട് മേഖലയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിലാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പനമരം പുഴയും ഒപ്പം തന്നെ വയലും ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിലേക്ക് അത്രയും വെള്ളം കയറിയ ഒരു അവസ്ഥ ഉണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ ഭീതിതമായ രീതിയിലുള്ളൊരു സാഹചര്യം ഇല്ല. കാരണം മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും മഴ കാര്യമായ രീതിയിൽ പെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഉള്ള ഒരളവ് പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള മഴപ്പെയ്ത്ത് ഇല്ല. രാത്രിയിൽ മഴ വളരെ അധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇതിനിടയിൽ ഇന്നലെ ഗർത്തമുണ്ടായ പ്രദേശങ്ങളുണ്ട്. അതായത് ഈ
പുളിഞ്ഞാൽ പഞ്ചായത്തിലെ നെല്ലിക്കാച്ചാൽ എന്ന് പറയുന്ന ഉന്നതിയിലേക്ക് പോകുന്ന ആ പ്രദേശത്തെ കുടുംബങ്ങളെ മുഴുവൻ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ റോഡിൽ ഗർത്തം ഉണ്ടായത്. ആ ഗർത്തത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ജിയോളജിസ്റ്റിൻ്റെ പരിശോധന പൂർത്തിയാക്കി. ജനപ്രതിനിധികളും ജിയോളജിസ്റ്റും മറ്റ് ടൗൺ പ്ലാനറും അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തിയാണ് പരിശോധന നടത്തിയത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്ന കാര്യം. കാരണം ഈ ഗർത്തത്തിലുള്ള വെള്ളം അത് താഴേക്ക് വലിഞ്ഞ് പോകുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നുള്ളത് തന്നെ പറയുന്നു. മാത്രമല്ല ഈ ചെറിയ ഉറവകളായി പലയിടങ്ങളിലും ഉറവകൾ രൂപം കൊള്ളുന്ന ഒരു അവസ്ഥയുണ്ട്. ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായിട്ടുള്ളത് ഈ വാഴ കർഷകർക്കാണ്. വലിയ രീതിയിൽ വാഴക്കൃഷി നശിക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് തവിഞ്ഞാൽ പഞ്ചായത്ത് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ വാഴക്കൃഷി നശിച്ചിട്ടുണ്ട്. പുഴങ്കുനി ഉന്നതിയിലെയും, അതായത് എപ്പോഴും വയനാട്ടിൽ മഴ ശക്തമായാൽ ആദ്യം വെള്ളമെത്തുന്ന പ്രദേശം ഒന്ന് മണിയങ്കോട് പ്രദേശമാണ്. അതോടൊപ്പം തന്നെ ബത്തേരിയിലെ കല്ലൂർ പുഴ കരകവിയുന്നൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അത് പുഴങ്കുനി ഒരു പാടത്തിന് നടുവിലുള്ള, വയലിന് നടുവിലുള്ള ഒരു ഉന്നതിയാണ്. ഉന്നതിയിലെ അവിടെ ആ മേഖലയിലേക്ക് വെള്ളം കയറുന്നൊരു സ്ഥിതിയുണ്ട്. അവരെല്ലാം തന്നെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടി പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ മഴയിൽ വലിയ കുറവുണ്ട്. അത് ആശ്വാസകരമാണ്. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, വയനാട്ടിൽ നിന്ന് ഇപ്പോൾ സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നിന്ന് AV ജയശങ്കർ കൂടി ചേരുന്നുണ്ട്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ മഴ സാഹചര്യം എങ്ങനെയാണ് ജയശങ്കർ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. കഴിഞ്ഞ 2 ദിവസമായി പത്തനംതിട്ട ജില്ലയിൽ ഒറ്റപ്പെട്ട മഴ മാത്രമാണ് ലഭിക്കുന്നത്. മലയോര മേഖലയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇടയ്ക്കിടെ മഴ വന്നു പോകുന്ന സാഹചര്യം മാത്രമാണുള്ളത്. ജില്ലയിൽ കരുതലിൻ്റെ ഭാഗമായി ജില്ലയിലെ നദികളിൽ ഇറങ്ങുന്നതിന് ജില്ലാ ഭരണകൂടം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പമ്പ, ഒപ്പം തന്നെ അച്ചൻകോവിൽ നദികളിൽ ഇറങ്ങുന്നതിനും മുറിച്ചു കിടക്കുന്നതിനുമാണ് നിയന്ത്രണമുള്ളത്. ഈ നദികളുടെ ചില പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ട് ജാഗ്രതയുടെ ഭാഗമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ജനവാസ മേഖലയിൽ ആശങ്കയാകുന്ന തരത്തിൽ നദികളിലെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല എന്നത് വലിയ ആശ്വാസം പകരുന്ന കാര്യമാണ്. ഒപ്പം തന്നെ ജില്ലയിൽ കരുതൽ നടപടികളുടെ ഭാഗമായി ജൂലൈ 1-ാം തീയതി വരെ ഈ മലയോര മേഖലയിലുള്ള രാത്രികാല യാത്ര ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം നിരോധിച്ചിരുന്നു. ഒപ്പം തന്നെ കോറികളുടെ പ്രവർത്തനവും ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനവും ജില്ലാ കളക്ടർ നിയന്ത്രിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഈ നിയന്ത്രണങ്ങൾ കരുതൽ നടപടികളുടെ ഭാഗമായി മാത്രമാണ് ജൂലൈ 1 വരെ തുടരുക എന്നാണ് ജില്ലാ ഭരണകൂടം നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ജില്ലയിൽ പൊതുവെ മഴ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ മലയോര മേഖലകളിലും ഒപ്പം തന്നെ വനത്തിനോട് ചേർന്നുള്ള മേഖലകളിലും ശക്തി കുറഞ്ഞ ദുർബലമായ മഴ പെയ്തതിനപ്പുറത്തേക്ക് ഈ ഒരു ആശങ്ക പരത്തുന്ന രീതിയിലേക്ക് ജില്ലയിലെ മഴ കടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം സ്കൂളുകൾക്കുൾപ്പെടെ അവധി നൽകിയിരുന്നു. പക്ഷേ ജില്ലയിൽ പൊതുവിൽ കഴിഞ്ഞ ദിവസം മഴയുടെ അളവ് വളരെ കുറവായിരുന്നു. പകൽ സമയത്തുൾപ്പെടെ തെളിഞ്ഞ ആകാശം എന്നത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസം പകരുന്ന കാര്യമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ചെറിയ തോതിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് നിലവിലുള്ളത്. പക്ഷേ മഴയുടെ അളവ് അത് തീരെ കുറവാണ്. പൊതുവിൽ മഴയില്ലാത്തൊരു സാഹചര്യമാണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചുള്ളത്. പക്ഷേ കൃത്യമായൊരു ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഈ നദികളിൽ ഇറങ്ങുന്നതിനും നദികൾ മുറിച്ചു കിടക്കുന്നതിനും ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മലയോര മേഖലകളിലും ഈ കോറികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഒരു ജാഗ്രതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജില്ലാ ഭരണകൂടം മുമ്പോട്ട് പോകുന്നതിനപ്പുറത്തേക്ക് ആളുകൾക്ക് മഴ ഒരു ആശങ്കയാകുന്ന സാഹചര്യത്തിലേക്ക് ജില്ലയിലെ കാര്യങ്ങൾ കടന്നിട്ടില്ല. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, AV ജയശങ്കറാണ് പത്തനംതിട്ടയിലെ വിവരങ്ങളുമായി ചേർന്നത്. ഇനി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ കൂടി ചേരുകയാണ്. ടോബി, ഗുഡ് മോർണിംഗ്. കോട്ടയത്ത് നിന്ന് ഓറഞ്ച് അലേർട്ടാണ്. പല ആറുകളുമുള്ള ജില്ലയാണ്. നദീതീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോട്ടയത്തെ അവസ്ഥ എന്താണ്? തീർച്ചയായിട്ടും ജാഗ്രതാ നിർദ്ദേശം കോട്ടയത്ത് ശക്തമായി തന്നെ നൽകിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. പ്രത്യേകിച്ചും കിഴക്കൻ മേഖലയിലാണ് ശക്തമായിട്ടുള്ള മഴ പെയ്തത്. ഇതേ തുടർന്ന് മണിമലയാറ്റിലും മീനച്ചിലാറ്റിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ മെയ് അവസാനവും ജൂൺ ആദ്യവുമായി പെയ്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് ഇതിനോടകം തന്നെ അനുഭവപ്പെട്ടിരുന്നു. ആ വെള്ളക്കെട്ട് അവിടെ നിന്നും മാറിയിട്ടില്ല. അതാണ് ഒരു ആശങ്കയായിട്ട് നിലനിൽക്കുന്നത്. കൂടുതൽ മഴ പെയ്ത് കിഴക്കിൽ നിന്നും വെള്ളമൊഴുകി വന്നു കഴിഞ്ഞാൽ താഴ്ന്ന പ്രദേശങ്ങൾ വലിയ ദുരിതത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിരവധി കുടുംബങ്ങൾ, ഏകദേശം 15ഓളം കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തെങ്കിലും പശ്ചാത്തലത്തിൽ അത് വർദ്ധിപ്പിക്കേണ്ടതായി വന്ന അല്ലെങ്കിൽ ആർക്കെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള
സാഹചര്യങ്ങളും ഒരുക്കുന്നുണ്ട്. കിഴക്കൻ മേഖലയിൽ പ്രത്യേകിച്ചും അതിശക്തമായിട്ടുള്ള മഴ ഈ കുട്ടിക്കൽ അതുപോലെ തന്നെ തീക്കോയി മുണ്ടക്കയം പ്രദേശങ്ങളിലൊക്കെ തന്നെ പെയ്യുന്നുണ്ട്. മണിമലയാറ്റിലും സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള വെള്ളം വന്നിരുന്നു. ഈ മുണ്ടക്കയത്തിന് സമീപത്തുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ടെന്നുള്ള വിവരമാണ് ലഭിച്ചത്. പക്ഷേ ഇന്ന് കാര്യങ്ങൾ അല്പം വ്യത്യാസമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് അല്പം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ശക്തമായിട്ടുള്ള മഴ പെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നിലവിൽ അവധി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരുന്നു. ശനിയും ഞായറും ആയതുകൊണ്ട് തന്നെ കൂടുതൽ അവധികൾ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ഉള്ളത്. ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. മഴ ശക്തമാവുകയാണെങ്കിൽ ഈ കിഴക്കൻ മേഖലയിലുള്ള യാത്രാ നിരോധനവും അടക്കമുള്ള നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നേക്കും. എന്തായാലും ഇന്ന് ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് അവധിയുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള നടപടികളും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടുണ്ട്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലും ശക്തമായ മഴ തുടരുന്ന കാര്യം ഇപ്പോൾ ബൽറാം നെടുങ്ങാടി അറിയിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ജമ്മു കശ്മീർ, ഉത്തരാഖണ്ഡ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട്. ഹിമാചൽ പ്രദേശിൽ യെല്ലോ അലർട്ടുണ്ട്. അവിടെ മിന്നൽ പ്രളയത്തിൽ ഹിമാചലിൽ മരണം 6 എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി അറിയിക്കുന്നുണ്ട്. ഇനി കോഴിക്കോട് നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ്. മാവൂരിൽ തീപിടുത്തം. KMH മോട്ടോഴ്സിലാണ് പുലർച്ചെയോടെ തീപിടുത്തമുണ്ടായത്. ഷോറൂമിന് അകത്തുണ്ടായിരുന്ന നിരവധി ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. ഷഹദ് റഹ്മാനുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, ഈ തീപിടുത്തം എങ്ങനെയാണ് ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഹദ്? ഉന്മേഷ്, ക്രിസ്ത്യന, ഗുഡ് മോർണിംഗ്. അതായത് ഇത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത്. അതായത് തീപിടുത്തം ഉണ്ടായിട്ടുള്ള KMH മോട്ടോഴ്സ് എന്ന് പറയുന്നത് മാവൂർ പോലീസ് സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള സ്ഥാപനമാണ്. അവിടെയാണ് ഇന്ന് പുലർച്ചയ്ക്ക് 3 മണിയോടുകൂടി ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഉടൻ തന്നെ പോലീസുകാർ, അതായത് അപ്പോൾ സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷേ ഉള്ളിലേക്ക് വലിയ രീതിയിൽ തീ പടർന്നിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല നിരവധി വാഹനങ്ങൾ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ മുക്കം പോലീസിന് വിവരം അറിയിച്ചു. മുക്കം ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. തുടർന്ന് മുക്കം ഫയർഫോഴ്സിൽ നിന്നും കൂടുതൽ യൂണിറ്റുകൾ എത്തിയാണ് ഒടുവിൽ തീ അണച്ചത്. പുലർച്ചെ 5 മണിയോട് കൂടിയിട്ടാണ് തീ അണയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഫയർഫോഴ്സിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. നാശനഷ്ടങ്ങൾ ഇതുവരെ കണക്കാക്കിയിട്ടില്ല. എന്തായാലും നിരവധി വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥാപനം തന്നെ ആയതുകൊണ്ട് പെട്ടെന്നൊരു ശ്രദ്ധ ലഭിച്ചതുകൊണ്ട് തീ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതെ നിന്നു എന്നുള്ളതാണ്. കാരണം ഇതിന് തൊട്ടടുത്ത് നിരവധി സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഫയർ യൂണിറ്റ് എത്തിയ ഘട്ടത്തിൽ ആദ്യം ശ്രമിച്ചത് തീ മറ്റിടങ്ങളിലേക്ക്, അതായത് തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയായിരുന്നു. അത് എന്തായാലും വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. എന്തായാലും ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു ഈ സംഭവം. 5 മണിയോടുകൂടി തീ അണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷഹദ് റഹ്മാൻ. ഭാരതാംബ ചിത്ര വിവാദത്തെ തുടർന്ന് കേരള സർവകലാശാലയിലുണ്ടായ സംഘർഷത്തിൽ രജിസ്ട്രാർ എന്ന് വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകും. VCയുടെ അനുമതി കൂടാതെ DGPക്ക് പരാതി നൽകിയതിലാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മനീഷ് മഹിവാലുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. മനീഷ്, എന്തൊക്കെ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ രജിസ്ട്രാർ വ്യക്തമാക്കും? എന്തൊക്കെയാണ് വിവരങ്ങൾ മനീഷ്? ഉന്മേഷ്, രജിസ്ട്രാർ അനിൽകുമാർ വ്യക്തമാക്കേണ്ട കാര്യം, ഒന്നാമത് അത് വൈസ് ചാൻസലറെ അറിയിക്കാതെ കൊടുത്ത പരാതി ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ പരാതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഒപ്പം തന്നെ എന്തായിരുന്നു അവിടെ സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിലെ നിയമലംഘനം അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടായ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇന്ന് വൈസ് ചാൻസലർക്ക് വ്യക്തമായ റിപ്പോർട്ട് നൽകേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 24 മാനദണ്ഡങ്ങൾ അടങ്ങുന്ന കാര്യം ഈ സെനറ്റ് ഹാളിലെ പരിപാടിക്ക് മുൻപ് കരാറിൽ ഒപ്പിടേണ്ടതുണ്ടായിരുന്നു. ആ കരാറിൽ ഈ സംഘാടകരായിട്ടുള്ള ശ്രീ പത്മനാഭ സേവാ സമിതി ഒപ്പിട്ടിരുന്നു. പക്ഷേ അതിനകത്ത് മതപരമായ ഈ സർക്കാർ സ്ഥാപനമായ ഈ ഒരു സർക്കാരിൻ്റെ പരിപാടി അല്ലെങ്കിൽ കൂടി സെനറ്റ് ഹാളിൽ നടക്കുന്ന ഒരു സർക്കാർ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടിയിൽ അത്തരത്തിലുള്ള മതപരമായ
ചിഹ്നങ്ങളോ ബിംബങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആശയപരമായിട്ടുള്ള കാര്യങ്ങളോ നടത്താൻ പാടില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ആ 24 ഇന കരാറിൽ അത് ഉൾപ്പെടുന്നതായിരുന്നു. പക്ഷേ ഇത് ലംഘിക്കുകയാണെന്ന് മനസ്സിലായതോടുകൂടി തന്നെ ആ പരിപാടിക്കുള്ള അനുമതി നിഷേധിച്ചിരുന്നു. അങ്ങനെ അനുമതി റദ്ദാക്കിയ ശേഷം പിന്നീടും ഗവർണർ അടക്കം പരിപാടിയിൽ പങ്കെടുത്തു. സംഘാടകർ ആ പരിപാടിയുമായി തുടർന്നു. അങ്ങനെ സംഘാടകർക്കെതിരെ നടപടി വേണം, നിയമ നടപടി വേണം. സർവകലാശാലയുടെ മതനിരപേക്ഷ മുഖമാണ് ഇവിടെ ഈ പരിപാടിയിലൂടെ ലംഘിക്കപ്പെട്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടായിരുന്നു DGPക്ക് രജിസ്ട്രാർ അനിൽകുമാർ പരാതി നൽകിയിരുന്നത്, കത്ത് നൽകിയിരുന്നത്. ഈ കത്തിൻ്റെ ഉള്ളടക്കം ഒപ്പം തന്നെ ആ ഉള്ളടക്കത്തിനപ്പുറത്തേക്ക് ഒരു ഗവർണർ പങ്കെടുത്ത പരിപാടി ആയതുകൊണ്ട് തന്നെ വൈസ് ചാൻസലർ ഇത് സംബന്ധിച്ച് ആ പരിപാടിയിലെ മറ്റ് കാര്യങ്ങൾ കൂടി അറിയിക്കേണ്ടി വരും, രേഖാമൂലം തന്നെ അറിയിക്കേണ്ടി വരും. ഒപ്പം തന്നെ ഗവർണർ ഈ വിഷയത്തിൽ കടുംപിടുത്തത്തിൽ തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ഗവർണർക്ക് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് കൊടുത്ത കത്തിൽ മറുപടിയുമായി അതേ നാണയത്തിൽ തന്നെ ഗവർണർ മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിരുന്നു. താൻ പരിപാടിയിൽ പങ്കെടുക്കുന്നതും കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെക്കുന്നതും അത് രാഷ്ട്രീയപരമായിട്ടുള്ള ആശയമല്ല, അത് രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകമാണെന്നും ഒപ്പം തന്നെ ഭരണഘടനാ തലവനായ ഗവർണറെ അപമാനിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി ചെയ്തതെന്നും ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നും ഗവർണർ പറയുന്നു. പക്ഷേ ഗവർണർ ഒരിക്കലും ഈ കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ മന്ത്രിക്കെതിരെ നിയമ നടപടി വേണമെന്ന് എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഈ സംഘാടകരായിട്ടുള്ള ശ്രീ പത്മനാഭ സേവാ സമിതിക്കെതിരെ നടപടി വേണമെന്ന് രജിസ്ട്രാർ DGPക്ക് കൊടുത്ത കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ എന്തൊക്കെ തരത്തിലുള്ള നിയമലംഘനങ്ങൾ അവിടെ നടന്നു എന്നടക്കമുള്ള വിശദമായ റിപ്പോർട്ടാണ് ഇന്ന് രജിസ്ട്രാർ VCക്ക് കൈമാറേണ്ടത്. ഉന്മേഷ്, ക്രിസ്റ്റീന. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മഹിപാൽ. അമേരിക്കൻ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ തടയാനുള്ള ഫെഡറൽ കോടതി ജഡ്ജിമാരുടെ അധികാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി US സുപ്രീം കോടതി. രാജ്യവ്യാപകമായി ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള ഫെഡറൽ കോടതികളുടെ അധികാരം പരിമിതപ്പെടുത്തിയാണ് സുപ്രീം കോടതിയുടെ വിധി. കോടതി ഉത്തരവ് ഭരണഘടനയ്ക്കും നിയമവാഴ്ചയ്ക്കും ലഭിച്ച മഹത്തായ വിജയമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഭരണകൂടത്തിന്റെ നയങ്ങൾക്കിനി നിർബാധം മുന്നോട്ടു പോകാനാകുമെന്ന് ട്രംപ് പറഞ്ഞു. ട്രംപ് അധികാരത്തിലേറിയ ആദ്യ ദിവസം ഒപ്പിട്ട ജന്മാവകാശ പൌരത്വം അവസാനിപ്പിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിനെ സംബന്ധിച്ച കേസിലാണ് സുപ്രീം കോടതിയുടെ വിധി. It's sort of sad because we're doing the signing at 3 o'clock, and this may very well dominate the signing of a big war that was going on and really affecting the continent of think of it, the entire continent of Africa was being affected, and we're settling that war today, and this will probably be a headline. But this is a very big moment, and it gives power back to people that should have it, including Congress, including the presidency. And it only takes bad power away from judges. It really doesn't take power. It takes bad power, sick power. കാനഡയുമായുള്ള എല്ലാ വ്യാപാര കരാർ ചർച്ചകളും ഉടൻ അവസാനിപ്പിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെക് കമ്പനികൾ 3% ഡിജിറ്റൽ സർവീസ് ടാക്സ് നൽകണമെന്ന ഉത്തരവാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. അമേരിക്കയുമായി വ്യാപാരം നടത്താൻ കാനഡ നൽകേണ്ട തീരുവ അടുത്ത 7 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ടെക് കമ്പനികൾ 3% ഡിജിറ്റൽ സർവീസ് നികുതി നൽകണമെന്ന ഉത്തരവ് അമേരിക്കൻ ടെക് കമ്പനികൾക്ക് $3 ബില്യൺ അധിക ചെലവ് വരുത്തിവെക്കും. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടതിന്റെ നിറവിലെത്തി PJ ജോസഫ്. കേരള രാഷ്ട്രീയത്തിലെ സൗമ്യമുഖവും തൊടുപുഴക്കാരുടെ പ്രിയപ്പെട്ടവനും മുൻമന്ത്രിയും MLAയുമായ PJ ജോസഫ് ഇന്ന് ശതാഭിഷിക്തനാവുകയാണ്. നാട്ടുകാരുടെ PJക്ക് ഇന്ന് 84ാം പിറന്നാളാണ്. രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ലാത്ത ഒരാളുണ്ട്. ഉണ്ടെങ്കിൽ അതൊരുപക്ഷെ PJ ജോസഫ് ആയിരിക്കും. തൊടുപുഴ പുറപ്പുഴക്കാരുടെ ഔസേപ്പച്ചൻ. 1920 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് KM ജോർജ് എന്ന കേരള കോൺഗ്രസ് നേതാവ് കണ്ടെത്തിയതാണ് PJ ജോസഫിനെ. തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ നിന്ന് MA എക്കണോമിക്സ് കഴിഞ്ഞ് ഒരു ജോലിക്കായി കാത്തിരിക്കുന്ന സമയത്താണ് ജോസഫിന് തെരഞ്ഞെടുപ്പിൽ അംഗം കുറിക്കാൻ അവസരം കിട്ടുന്നത്. കന്നി മത്സരത്തിൽ അട്ടിമറി വിജയം നേടി തലസ്ഥാനത്തെത്തുമ്പോൾ നിയമസഭാ സാമാജികരായി ജോസഫിനൊപ്പം തുടക്കം കുറിച്ചത് AK ആന്റണിയും ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും. 1978 KM മാണിക്ക് പകരക്കാരനായി ആഭ്യന്തരമന്ത്രിയുടെ കുപ്പായം അണിഞ്ഞതോടെ ഏറ്റവും പ്രായം കുറഞ്ഞ ആഭ്യന്തരമന്ത്രി എന്ന റെക്കോർഡിനൊപ്പം PJ ജോസഫ് എന്ന പേരുകൂടി എഴുതി ചേർക്കപ്പെട്ടു. പിന്നീട് വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. എല്ലായിടത്തും നടപ്പാക്കിയത് സാധാരണക്കാരനെ മുന്നിൽ കണ്ടുള്ള വികസന പദ്ധതികൾ. 78 ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടാണ് തുടങ്ങുന്നത്. നിയമവാഴ്ച, റൂൾ ഓഫ് ലോ, അത് ശരിക്കും യാഥാർത്ഥ്യമാക്കി എന്നുള്ളൊരു സന്തുഷ്ടിയുണ്ടെന്ന്
96 പിന്നെ വയനാട് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനെ പറ്റി നമ്മൾ വളരെ പിന്നിലായിരുന്നു. അന്ന് ആ പോളിസി ഡിക്ലെയർ ചെയ്യുമ്പോൾ നയനാർ തന്നെ വന്നിരുന്നു. യൂണിവേഴ്സലൈസേഷൻ ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ മുദ്രാവാക്യമായിട്ട് മാറി. നടക്കാതെ പോയ ഒരു വലിയ സ്വപ്നം എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് എക്സ്പ്രസ് വേ ആണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗതാഗതക്കുരുക്കില്ലാത്ത ഒരു പാത. പല വകുപ്പുകളും ഭരിച്ചെങ്കിലും കൃഷിമന്ത്രിയാകാൻ സാധിച്ചില്ല എന്നത് PJ ജോസഫ് എന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖം തന്നെയാണ്. ചർച്ച ചെയ്ത് വരുമ്പോൾ സാധ്യമായില്ല. 11 ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആദ്യത്തെ ചർച്ചയിൽ അത് ജനതാദളിന് പോയി. കേരള കോൺഗ്രസിൽ ധനകാര്യ KM മാണി വിളിച്ചു. പിന്നെ ജലവിഭവ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 3 വട്ടം മാത്രമാണ് PJ ജോസഫിന് കാലിടറിയത്. മൂവാറ്റുപുഴയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും പാർലമെന്റിലേക്ക് മത്സരിച്ച് തോറ്റു. 2001 സ്വന്തം തട്ടകമായ തൊടുപുഴയിൽ PT തോമസിനോടും തോറ്റു. പിന്നീട് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ തിരികെ എത്തി. രാഷ്ട്രീയത്തിൽ ഗാന്ധിയും ആത്മീയതയിൽ യേശുവുമാണ് എന്നും റോൾ മോഡൽ. സംഗീതവും കലയും കൃഷിയും രാഷ്ട്രീയവും. ഇതിനപ്പുറം PJ ജോസഫിന് ഈ ലോകത്ത് മറ്റൊന്നില്ല. ये रातें ये मौसम नदी का किनारा ये चंचल हवा ये रातें ये मौसम नदी का 24 തൊടുപുഴ. വൃക്കരോഗത്തിനിടെ തലച്ചോറിൽ രക്തസ്രാവം കൂടി വന്നതോടെ ജീവനായി പെടാപ്പാട് വിടുകയാണ് പാലക്കാട് വടക്കഞ്ചേരി സ്വദേശി സന്ദീപ് എന്ന യുവാവ്. അമ്മ നൽകിയ വൃക്കകളുടെ പ്രവർത്തനം കൂടി നിലച്ചതോടെ വെന്റിലേറ്റർ സഹായത്തിലാണ് ജീവൻ നിലനിർത്തുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ ബില്ലടയ്ക്കാനില്ലാതെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം. രണ്ടായിരത്തി 19 വടക്കഞ്ചേരി പ്രധാനി സ്വദേശി സന്ദീപിന് വൃക്കരോഗം സ്ഥിരീകരിക്കുന്നത്. ചികിത്സകൾക്കൊടുവിൽ സ്വന്തം അമ്മ തന്നെ ഒരു വൃക്ക പകുത്തു നൽകി. ശസ്ത്രക്രിയയ്ക്കു ശേഷം കോവിഡ് വന്നു. പിന്നെ ന്യൂമോണിയയായി. കഴിഞ്ഞ ഫെബ്രുവരി 22 തലയിൽ ഞരമ്പ് പൊട്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് നെന്മാറ അവരീസ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. ഇന്നേക്ക് 51 ദിവസമായി. ഇന്നും നമ്മൾക്ക് അവനൊരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണ്. ഇപ്പോൾ ഏകദേശം 15 ലക്ഷം രൂപ ഇപ്പോൾ നമുക്ക് ആയിട്ടുണ്ട്. ആകെ നമ്മൾ 6 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് സാമ്പത്തിക വളരെ പിന്നോക്കത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിനിടയിലാണ് തലച്ചോറിൽ രക്തസ്രാവം കൂടി വന്നത്. നെന്മാറ അവൈറ്റീസ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ആശുപത്രി അധികൃതരുടെ കനിവിൽ ബില്ലിൽ കാര്യമായ വിട്ടുവീഴ്ച നൽകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ ബില്ലിനത്തിൽ അടയ്ക്കാനുണ്ട്. ഇനിയിപ്പോൾ ഒരു 9 ലക്ഷം ഞങ്ങൾക്ക് ബാക്കി കൊടുക്കാനുണ്ട്. ഞങ്ങൾക്ക് എവിടെ നിന്നും ഞങ്ങൾ മാക്സിമം എല്ലാവരും ഞങ്ങൾക്ക് പിരിച്ചു തന്നെ ഞങ്ങൾ മാക്സിമം കെട്ടിയിട്ടുണ്ട്. ഇനി എവിടെ നിന്നും കിട്ടാനില്ല. ഒരു കിഡ്നി പേഷ്യൻറ്റും കൂടിയാണ് എൻ്റെ മോൻ. ഡയാലിസ് ചെയ്ത് 3 വർഷം ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 9 ലക്ഷം ഞങ്ങൾക്ക് കൊടുക്കാനുണ്ട്. ഇനിയും ഒന്നും പറയാറായിട്ടില്ല. അവസ്ഥ ഇപ്പോഴും മോശം തന്നെയാണ്. ജീവൻ സഹായ യന്ത്രങ്ങളുമായി വീട്ടിലേക്ക് ഡിസ്ചാർജായി മടങ്ങണമെങ്കിൽ ആശുപത്രിയിൽ ബില്ലടയ്ക്കണം. ഭാര്യയും ചെറിയ 2 മക്കളും അടങ്ങുന്ന ഈ കുടുംബത്തിന് ഇത്ര ഭീമമായ തുകയടയ്ക്കാനുള്ള കഴിവില്ല. സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാത്ത ഇവർ സുമനസ്സുകൾ കനിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കഴിയുന്നത്. പാലക്കാട്. CPI ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഇന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. വിഭാഗീയതയും ഇതര സംഘടനാ വിഷയങ്ങളും രൂക്ഷമായ പശ്ചാത്തലത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ നിയന്ത്രണത്തിലാണ് സമ്മേളനം നടക്കുന്നത്. AV ജയശങ്കർ ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. ജയശങ്കർ, CPIയുടെ ആദ്യ ജില്ലാ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത് ആലപ്പുഴയിൽ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന ജില്ലാ സമ്മേളനമാണ് നിലവിൽ ആലപ്പുഴയിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതിനിധി സമ്മേളനം ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. ഈ സംസ്ഥാന സമ്മേളനം ഉൾപ്പെടെ നടക്കേണ്ട ജില്ല ഇതിനാൽ തന്നെ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഇന്ന് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ഒരു തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളും ജില്ലയിൽ അനുവദിക്കില്ല എന്നൊരു നിർദ്ദേശം ഈ സംസ്ഥാന നേതൃത്വം ഇതിനോടകം തന്നെ അണികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കീഴ് കമ്മിറ്റി
കമ്മിറ്റികൾക്കൊക്കെ തന്നെ നൽകി കഴിഞ്ഞു. അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളോടുകൂടിയാണ് ഇത്തരത്തിൽ ജില്ലാ സമ്മേളനത്തിന് തുടക്കമാകുന്നത്. ഈ ജില്ലയിൽ ഇന്ന് പ്രതിനിധി സമ്മേളനത്തോടുകൂടി കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ വലിയ തോതിൽ സംഘടനാ തലത്തിൽ പ്രാദേശിക തലത്തിലുള്ള പൊട്ടിത്തെറികൾ ഈ ജില്ലാ സമ്മേളനത്തിന് മുന്നിൽ പ്രതിനിധി സമ്മേളനത്തിന് മുന്നിലൊക്കെ ഉയരാൻ സാധ്യതയുണ്ട്. ബിനോയ് വിശ്വത്തിന് മുന്നിൽ തന്നെ ഇത്തരത്തിലുള്ള വിയോജിപ്പുകൾ കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ അറിയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെ എല്ലാവിധ കരുതലും എടുത്തുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം ഈ ഒരു ജില്ലാ സമ്മേളനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ആലപ്പുഴയിലാണ് CPIയുടെ സംസ്ഥാന സമ്മേളനം ഉൾപ്പെടെ നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മറ്റ് തർക്കങ്ങളിലേക്ക് കിടക്കാതെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ തെരഞ്ഞെടുക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉൾപ്പെടെ മത്സരം നടക്കുമെന്ന ഒരു സൂചനയാണ് ജില്ലയിലെ പാർട്ടിയിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വിഭാഗീയതയുടെ സ്വരങ്ങൾ ഉയരാതെ കാര്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് പാർട്ടി ലൈനിൽ കൊണ്ടുപോകാനുള്ള ഒരു നീക്കങ്ങളാണ് നിലവിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് നടക്കുന്നത്. എന്തായാലും രാവിലെ 10 മണിയോടുകൂടി ബിനോയ് വിശ്വം CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉന്മേഷ ക്രിസ്റ്റീന. ശരി. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ രഥയാത്രയ്ക്കിടെ 600-ലേറെ പേർക്ക് പരിക്കേറ്റു. രഥം വലിക്കാനായ ആളുകൾ തിക്കും തിരക്കും ഉണ്ടാക്കിയതോടെയാണ് നിരവധി പേർ കുഴഞ്ഞു വീണത്. കൊടും ചൂടും തിരക്കും കാരണം 625 പേർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. കടുത്ത ചൂട്, ഹ്യൂമിഡിറ്റി, ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെയുള്ള തിക്കും തിരക്കും 625ഓളം പേരെ അവിടുത്തെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. ഇന്നലെ വൈകിട്ട് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വാർഷിക രഥ ഘോഷയാത്രയ്ക്കിടെയാണ് ഈ അപകടം ഉണ്ടായത്, അല്ലെങ്കിൽ ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. ഈ ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്നും സമീപത്തുള്ള 2.5 കിലോമീറ്റർ അകലെയുള്ള ഗുണ്ടച്ച ക്ഷേത്രത്തിലേക്കാണ് ഈ രഥഘോഷയാത്ര നടക്കുന്നത്. ഇതിൽ രഥങ്ങൾ ആളുകൾ വലിക്കാൻ ആരംഭിച്ച ഘട്ടത്തിൽ നിരവധി പേർ ഈ രഥം വലിക്കാനുള്ള കയറുകൾ പിടിക്കുന്നതിനായി രഥങ്ങൾക്കടുത്തേക്ക് ഓടിയെത്താൻ ആരംഭിക്കുകയായിരുന്നു. ഇതാണ് പെട്ടെന്നൊരു തിക്കിനും തിരക്കിനും ഇടയാക്കിയത്. തുടർന്നാണ് നിരവധി പേർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. 625 പേരെ ജില്ലാ ആശുപത്രി അടക്കമുള്ള ഇടങ്ങളിൽ പ്രവേശിപ്പിച്ചു എന്നാണ് അധികൃതർ ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇതിൽ നിരവധി പേർക്ക് തലകറക്കവും ഛർദി അടക്കമുള്ള അസുഖങ്ങളാണ് ഉണ്ടായത്. കടുത്ത ചൂടിനെ തുടർന്നുണ്ടായ ദേഹാസ്വാസ്ഥ്യം തന്നെയാണ് കൂടുതൽ പേർക്കും ഉണ്ടായത്. ഈ സംഭവത്തെ തുടർന്ന് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിക്കുന്നത്. നിരവധി പേർ ഇതിനകം തന്നെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ അപകടകരമായ നിലയിൽ ആരും തന്നെ ഇല്ല എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ഈ രഥഘോഷയാത്രയിൽ ഏതാണ്ട് 10 ലക്ഷത്തോളം പേർ പങ്കെടുത്തു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. ഇത്തവണ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അടക്കമുള്ള പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. 10,000-ഓളം കേന്ദ്ര സേനാംഗങ്ങളും പോലീസുകാരും അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കൂടാതെ വളണ്ടിയർമാരെയും നിയോഗിച്ചിരുന്നു ഈ ഘോഷയാത്രയോട് അനുബന്ധിച്ച്. കൂടാതെ AI ക്യാമറകൾ അടക്കമുള്ള ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അതിനിടെയാണ് ഇത്തരത്തിൽ ഒരു തിക്കും തിരക്കും തുടർന്ന് ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിലിപ്പോൾ എല്ലാവരുടെയും നില ഇപ്പോൾ സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത്. ഉന്മേഷ്, ക്രിസ്റ്റീന. ബൽറാം, അതോടൊപ്പം ഈ ഉത്തരേന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ കനത്ത മഴയാണല്ലോ. ഡൽഹിയിൽ നിലവിൽ ചൂടാണോ ബൽറാം? ഉന്മേഷ്, ഡൽഹിയിൽ ശക്തമായ ചൂട് തുടരുകയാണ്. അതേസമയം ഇന്നലെ മുതൽ ഡൽഹിയിൽ കാലവർഷം എത്തും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനമെങ്കിലും ഡൽഹിയിൽ മഴയുണ്ടായില്ല. എന്നാൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് ഡൽഹിയിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. സമാനമായി മറ്റ് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. ജമ്മു കശ്മീർ കൂടാതെ ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ്, കൂടാതെ മധ്യപ്രദേശിലും ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. നിരവധി ജില്ലകളിൽ, പ്രധാനമായും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ അതീവ ഗുരുതരമായ സാഹചര്യം ശക്തമായ മഴയെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. ഗുജറാത്തിൽ കഴിഞ്ഞ 2 ദിവസമായി ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ഹിമാചൽ പ്രദേശിലാണ് ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ അതീവ രൂക്ഷമായ സാഹചര്യമുള്ളത്. കഴിഞ്ഞ 3 ദിവസമായി ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴ തുടരുന്നു. 6 പേരുടെ ജീവൻ ഈ മഴക്കെടുതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഹിമാചൽ
പ്രദേശിൽ മാത്രം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മരണം 12 ആയിരിക്കുന്നുണ്ട് മഴക്കെടുതിയെ തുടർന്ന്. ഹിമാചൽ പ്രദേശിൽ ഇനിയും 4 പേരെ കണ്ടെത്താനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. കൂടാതെ നിരവധി പേർ പലയിടങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമാണ്. അതേസമയം ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്ന സംസ്ഥാനങ്ങളിലും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി, പ്രത്യേകിച്ച് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ വിന്യസിച്ചതായാണ് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗങ്ങൾ അറിയിക്കുന്നത്. ജമ്മു കശ്മീരിൽ പ്രത്യേകിച്ച് അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. ഉത്തർപ്രദേശിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ASP ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പിടിയിലായി. ASP ജാഗരൺ മീണയാണ് 9 ലക്ഷം കൈക്കൂലി വാങ്ങിയതിന് പിടിയിലായത്. ഡൽഹിയിൽ പിതാവിനെ മകൻ വെടിവെച്ച് കൊലപ്പെടുത്തി വാഹനത്തിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ അനുവദിക്കാത്തതിനെ തുടർന്നാണ് കൊലപാതകം. 26-കാരനായ ഉത്തരാഖണ്ഡ് സ്വദേശി ദീപകിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്രയിൽ IPS ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി. 51 IPS ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത്. മുംബൈയിലും പൂനെയിലും അടക്കമുള്ള നഗരങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത്. പഞ്ചാബിലെ ലുധിയാനയിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ അവഹേളിച്ചതിൽ മനംനൊന്ത് ദമ്പതികൾ ജീവനൊടുക്കി. ജസ്ബീർ സിംഗ്, കുൽദീപ് കൌർ എന്നിവരാണ് ജീവനൊടുക്കിയത്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ നിരന്തരം അവഹേളിച്ചത്. മഹാരാഷ്ട്രയിലെ സ്കൂളുകളിൽ ഹിന്ദി 3ാം ഭാഷയാക്കുന്നതിനെതിരെ ഒരുമിച്ച് സമരം നടത്താൻ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും ഇരു പാർട്ടികളും ഒരുമിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പുതിയ നീക്കം. ജൂലൈ 5-ന് മെഗാ റാലി നടത്തും. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ഓഡീഷൻ ഇന്ന് കോഴിക്കോട് പുതിയറ ജയിൽ റോഡിലെ മഹാറാണി ഹോട്ടലിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് ഓഡീഷൻ. 14 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. കൊല്ലത്തെ 10 വയസ്സുകാരൻ നവനീതിനെ പരിശീലിക്കാൻ ഇനി സ്വന്തം ഡ്രം സെറ്റ്. വിറക് കഷ്ണവും പെയിന്റ് പാർട്ടിയുടെ അടപ്പും ഒക്കെ കൊണ്ട് നിർമ്മിച്ച ഡ്രം സെറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന നവനീതിനെ കഴിഞ്ഞ ദിവസം 24 പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഹോളിവുഡ് സംവിധായകൻ സോഹൻ റോയിയുടെ ഏരീസ് ഗ്രൂപ്പാണ് നവനീതിന് ഡ്രം സെറ്റ് സമ്മാനമായി നൽകിയത്. ഡ്രം സെറ്റിന്റെ താളവേഗത്തെ 10ാം വയസ്സിൽ തന്നെ സ്വായത്തമാക്കിയ ഒരു കൊച്ചുമിടുക്കനെ പരിചയപ്പെടുത്താം. കൊല്ലം പുനലൂർ നരിക്കൽ സ്വദേശി നവനീത്. ഡ്രം സെറ്റ് സ്വന്തമായി ഇല്ലാത്ത ഈ 5ാം ക്ലാസ്സുകാരൻ പരിശീലിക്കുന്നത് അച്ഛൻ ഒരുക്കി നൽകിയ ഹോം മെയ്ഡ് ഡ്രം സെറ്റിലാണ്. നവനീതിന്റെ കഴിവ് നാട് കണ്ടത് അച്ഛൻ ഒരുക്കി നൽകിയ ഈ ഹോം മെയ്ഡ് ഡ്രം സെറ്റിലായിരുന്നു. സ്വന്തമായി ഒരു ഡ്രം സെറ്റ് എന്ന അവന്റെ ആഗ്രഹം സാധ്യമാക്കാൻ 24 വാർത്ത കണ്ട് നിരവധി പേർ രംഗത്തെത്തി. എന്നാൽ ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മണിക്കൂറുകൾക്കകം പുതുപുത്തൻ ഡ്രം സെറ്റ് വാങ്ങി നവനീത് പഠിക്കുന്ന സ്കൂളിലെത്തിച്ച് ഗംഭീര സർപ്രൈസ് തന്നെ ഒരുക്കി. ഏരീസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രദ്ധയിൽപ്പെട്ടതനുസരിച്ച് ഏരീസ് ഗ്രൂപ്പിന്റെ CEO സർ സോഹൻ റോയെ വിവരം അറിയിച്ച് ഉടൻ തന്നെ അതിന് വേണ്ടുന്ന നടപടികൾ ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം നൽകി. നവനീതിനൊരു സർപ്രൈസ് ആയിട്ട് ഒരു ഡ്രം സെറ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് ഞങ്ങൾ ഏരീസ് ഗ്രൂപ്പിന്റെ ആളുകൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. സർപ്രൈസിന്റെ സന്തോഷം സമ്മാനവുമായി എത്തിയവർക്കും കൂട്ടുകാർക്കും അധ്യാപകർക്കും പിന്നെ പ്രിയപ്പെട്ട അച്ഛനും മറ്റുള്ളവർക്കും മുന്നിൽ ഡ്രം സെറ്റിൽ താളമിട്ട് തന്നെ നവനീത് പ്രകടിപ്പിച്ചു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇങ്ങനൊരു ഡ്രം കിട്ടുമെന്ന്. അതും എനിക്ക് ഈ സ്കൂളിൽ വെച്ച് തന്നെ എൻ്റെ സ്കൂളിൽ വെച്ച് തന്നെ എനിക്ക് ഈ ഡ്രം കിട്ടിയാൽ ഒരിക്കലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. ഏരീസ് ഗ്രൂപ്പിനും സോഹൻ സാറിനും ഒരുപാട് നന്ദി. നവനീതിന്റെ ഡ്രം സെറ്റ് പഠനത്തിന്റെ ചെലവുകളും ഏരീസ് ഗ്രൂപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞു. സുജിത് സുരേന്ദ്രൻ, 24, കൊട്ടാരക്കര. കൊല്ലം ജില്ലയിലെ ഒരു മനോഹര ഇടത്തേക്കാണ് ഇനി. കായലിനോട് ചേർന്ന് കിടക്കുന്ന ഒരിടമാണിത്. പേരാലും പ്രകൃതിയുടെ നിശബ്ദതയും കൊണ്ട് കാഴ്ചക്കാരുടെ മനം കവരുന്ന ഇടമാണ് കൈതാകോടി. ആ സ്ഥലത്തെ കാഴ്ചകളിലേക്ക്. ഫോട്ടോഗ്രാഫർമാരുടെയും വിനോദസഞ്ചാരികളുടെയും ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് കുണ്ട്ര നാന്തിരിക്കൽ കടവിലുള്ള കൈതാക്കോടി കടവ്. കായലിനോട് ചേർന്ന് നിൽക്കുന്ന ആൽമരമാണ്
ഇവിടുത്തെ പ്രത്യേകത. അഷ്ടമുടിയുടെ ഓളം ചേർന്ന് കിടക്കുന്ന കൈതാക്കോടി ഗ്രാമീണതയുടെ നൈർമല്യത്തിൽ പ്രകൃതി അണിയിച്ചൊരുക്കിയ ദൃശ്യഭംഗി. പ്രഭാതത്തിലും സായാഹ്നത്തിലും നിരവധി പേരാണ് ഇന്ന് കൈതാക്കോടി തേടി എത്തുന്നത്. കൊല്ലം കോർപ്പറേഷന്റെ ജീവനാണ് അഷ്ടമുടി ജീവിക്കണം അഷ്ടമുടി പദ്ധതിയുടെ ഭാഗമായി കടവുകൾ നിർമ്മിച്ച് മുഖം മിനുക്കിയതോടെ ഇവിടം കൂടുതൽ മനോഹരമായി. സായാഹ്ന നേരങ്ങൾ അധികം ആൾക്കാരൊക്കെ കുണ്ട്രഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെയാണ് ചെലവഴിക്കാറായിട്ട് വരാറുള്ളത്. ഇവിടെ വൈകുന്നേരങ്ങളിലൊരു നല്ലൊരു ആംബിയൻസ് ആണ്. കൈതാക്കോടിയാണ് തീരദേശ പാതയിലെ സെൽഫി പോയിന്റ്. സേവ് ദ ഡേറ്റ്, വിവാഹ ഫോട്ടോഷൂട്ട്, ജന്മദിനാഘോഷം, കൂട്ടായ്മകൾ തുടങ്ങിയവ ഇവിടെ നടത്താൻ കഴിയും. കൈതാക്കോടിയുടെ സൗന്ദര്യം നിലനിർത്താനും ഇന്ന് പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു. മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ കൂടകളും സുരക്ഷയ്ക്കായി സൗരോർജ്ജ തെരുവ് വിളക്കുകളും CCTVയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ലഘുഭക്ഷണശാല, വാട്ടർ പാർക്ക് എന്നിവയും ഉടൻ തുടങ്ങിയേക്കും. ചൂണ്ടയിടാൻ ഇന്ന് ഇവിടേക്ക് എത്തുന്നവരുടെ എണ്ണവും ചെറുതല്ല. ഇവിടെ എത്തി കാണേണ്ട ഒരു സ്ഥലമാണ്. നല്ല പ്രകൃതി ഭംഗിയാണ്. ഇവിടെ പ്രധാനപ്പെട്ടത് ഈ ആല്, ഈ കായല്, വൈകിട്ടൊക്കെ വന്നിരിക്കാൻ നല്ല കാറ്റാണ്. ഈ ഇടയ്ക്ക് കുറച്ച് റിനോവേഷൻ നടന്നിട്ടുണ്ട്. അഷ്ടമുടിയുടെ മാമ്പുഴക്കടവിലെ വറ്റാത്ത നീരുറവിയും പുലിക്കുഴിക്കായലോരത്തെ അസ്തമയ കാഴ്ചയും കൈതാക്കോടിയിലെ തടാക സമാനമായ കായലും ആസ്വദിച്ച കാഞ്ഞിരക്കോട് കുതിരമുനമ്പ് വഴി മൺട്രോത്തുരുത്തിൽ അവസാനിക്കുന്ന വിനോദസഞ്ചാര പദ്ധതി നഗരസഭയുടെ പരിഗണനയിലാണ്. ഇന്ന് കൊല്ലത്തുകാർ മാത്രമല്ല, അറിഞ്ഞും കേട്ടും കൈതാക്കോടിയെ തേടി നിരവധി പേരാണ് എത്തുന്നത്. തടാകം പോലെ നിശ്ചലമായ അഷ്ടമുടിയുടെ 8 മുടികളിലൊന്നാണ് കൈതാകോടി. പേരാലിന്റെ തണലിൽ കായലിന്റെ ഈ സൗന്ദര്യം ആവോളം നുകരുവാൻ പ്രഭാതത്തിലും സായാഹ്നത്തിലും ധാരാളം പേരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24. അമേരിക്കൻ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ തടയാനുള്ള കീഴ്ക്കോടതി ജഡ്ജിമാരുടെ അധികാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി US സുപ്രീം കോടതി. രാജ്യവ്യാപകമായി ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള കീഴ്ക്കോടതികളുടെ അധികാരമാണ് പരിമിതപ്പെടുത്തിയത്. കോടതി ഉത്തരവ് ഭരണഘടനയ്ക്കും നിയമവാഴ്ചയ്ക്കും ലഭിച്ച മഹത്തായ വിജയമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് PP ജെയിംസ് ആണ് ചേരുന്നത്. PP ജെയിംസ്, ഗുഡ് മോർണിംഗ്. ജസ്റ്റിസ് ആമി കോണി ബാരറ്റിന്റെ ആ ഒരു വിധി, അത് ട്രംപ് വളരെ ആശ്വാസകരമായി കാണുന്നു. അതിവേഗം പല ഉത്തരവുകളും കൊണ്ടുവരുന്ന ട്രംപിന് ഇക്കാര്യത്തിൽ എന്തായാലും വലിയൊരു ആശ്വാസമാണ്. ഫെഡറൽ കോടതികൾക്ക് ഇനി മുതൽ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾക്ക് മേൽനോട്ട ചുമതലയില്ലെന്ന് തന്നെയല്ലേ ജസ്റ്റിസ് ആമി പറയുന്നത്? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഉന്മേഷ്, ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയിലെ കോടതികളിൽ നിന്ന് ഒരുപാട് തിരിച്ചടികൾ നേരിട്ട ട്രംപ് ഒടുവിൽ ഒരു ആശ്വാസ വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. അത് ചില്ലറ ആശ്വാസമല്ല. പ്രത്യേകിച്ച് സുപ്രീം കോടതി കീഴ്ക്കോടതികളുടെ അധികാരത്തെ നിയന്ത്രിക്കുകയാണ്. മൂക്കയറിട്ടു എന്ന് തന്നെ പറയാൻ പറ്റും. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ പൗരത്വം സംബന്ധിച്ച്, അനധികൃത കുടിയേറ്റക്കാരുടെ പൗരത്വം സംബന്ധിച്ച് കീഴ്ക്കോടതികളിൽ ഉള്ള കേസുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ ദേശീയ തലത്തിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഇമ്പാക്റ്റുള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലും കീഴ്ക്കോടതി കയറി അത് ബ്ലോക്ക് ചെയ്യുകയോ അതിനെ പ്രതിരോധിക്കുകയോ തടയുകയോ ചെയ്യേണ്ടതില്ല, അതിന് പാടില്ല. അവർക്കുള്ള അധികാരം എടുത്തു കളഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് വന്നിരിക്കുന്നത് 3-നെതിരെ 6 ജഡ്ജിമാരുടെ പിന്തുണയോടെയാണ് ഈ വിധി പാസ്സായിട്ടുള്ളത്. അതിലും കൺസർവേറ്റീവ് സപ്പോർട്ടുള്ള ജഡ്ജിമാരാണ് 6 പേരും. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ട്രംപ് നിയമിച്ചവരാണ് കൂടുതൽ പേരും ആ ഇതിലുള്ളത്. ബാക്കി 3 പേര് ലിബറൽസ് ആണ്. ആ 3 പേരും അതിശക്തമായിട്ട് ഇതിനെ എതിർത്തിട്ടുണ്ട്. ഇത് നിയമവിരുദ്ധമായ നിയമങ്ങൾ പാസാക്കാൻ പ്രസിഡന്റിന് അധികാരം കൊടുക്കും, ഇത് അമേരിക്കൻ ജനാധിപത്യത്തെ ബാധിക്കും എന്നുള്ള തരത്തിൽ അതിശക്തമായിട്ടുള്ള വിമർശനം ഈ ന്യൂനപക്ഷ ജഡ്ജിമാർ 3 പേര് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കൂസാതെയാണിത് പാസ്സായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ തരത്തിൽ ചർച്ചയാവുകയാണ്. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റുമാർ ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു. ഞങ്ങൾ എടുക്കുന്ന എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ, എക്സിക്യൂട്ടീവ്
റൈറ്റ്സ് അല്ലെങ്കിൽ പവർ ഓഫ് പ്രസിഡന്റ് അത് കീഴ്ക്കോടതികൾ തടഞ്ഞു വെക്കുന്നു. ഇത് വലിയ നിയമക്കുരുക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഫെഡറൽ കോടതികളുടെ ഈ തീരുമാനത്തെ അതാത് സ്റ്റേറ്റുകൾക്കും അതാത് കീഴ്ക്കോടതികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അധികാരത്തെയാണ് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. ഇനി സുപ്രീം കോടതിയിൽ പോകേണ്ടി വരും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതുള്ളത് അനധികൃത കുടിയേറ്റക്കാരുടെ കുഞ്ഞുങ്ങൾ, അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പൗരത്വമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പ്രധാന ഇത് വന്നിരിക്കുന്നത്. അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിന് മിലിറ്ററിയിൽ അനുവാദമില്ല, ഇനി മിലിറ്ററിയിൽ ചേരാൻ, ആർമിയിൽ ചേരാൻ അനുവാദമില്ല തുടങ്ങി നിരവധി തീരുമാനങ്ങൾ ട്രംപ് എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ഏറ്റുമുട്ടലിനിടെ അമേരിക്ക ഇടപെട്ട് 3 ആണവ കേന്ദ്രങ്ങളിൽ ബോംബ് ചെയ്തത് US കോൺഗ്രസിന്റെ അനുമതി തേടിയില്ല തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കെ വലിയ രീതിയിലുള്ള ഒരു അധികാരമാണ് പ്രസിഡന്റിന് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ ട്രംപ് ഏകാധിപത്യപരമായി പെരുമാറിയാലും അത് തടയാൻ ഒരുപക്ഷെ കീഴ്ക്കോടതികൾക്ക് സാധിക്കില്ല. സുപ്രീം കോടതിയിലാണെങ്കിൽ ട്രംപിന് അപ്പർ ഹാൻഡ് ഉണ്ട് താനും. ഡോക്ടർ ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, PP ജെയിംസ് ആണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. കാനഡയുമായുള്ള എല്ലാ വ്യാപാര കരാർ ചർച്ചകളും ഉടൻ അവസാനിപ്പിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെക് കമ്പനികൾ 3% ഡിജിറ്റൽ സർവീസ് ടാക്സ് നൽകണമെന്ന ഉത്തരവാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. അമേരിക്കയുമായി വ്യാപാരം നടത്താൻ കാനഡ നൽകേണ്ട തീരുവ അടുത്ത 7 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ടെക് കമ്പനികൾ 3% ഡിജിറ്റൽ സർവീസ് നികുതി നൽകണമെന്ന ഉത്തരവ് അമേരിക്കൻ ടെക് കമ്പനികൾക്ക് $3 ബില്യൺ അധിക ചെലവ് വരുത്തും. വയനാട് ജില്ലയിൽ സഞ്ചാരികൾ എത്തുന്ന ഇടങ്ങളിൽ പ്രധാനപ്പെട്ട പ്രദേശമാണ് അമ്പലവയലിലെ നെല്ലാറച്ചാൽ. കാരാപ്പുഴ അണക്കെട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധി പുൽമേടുകളെ തകർക്കും വിധത്തിലുള്ള അലക്ഷ്യമായ ഡ്രൈവിംഗ് ആണ്. നെല്ലാറച്ചാലിൽ സ്വാസ്ഥ്യം തേടിയെത്തുന്ന സഞ്ചാരികൾ അനവധി. മഴക്കാലത്ത് ഇവിടുത്തെ പുൽമേടുകൾ പച്ചപ്പണിയും. താഴെ കാരാപ്പുഴ അണക്കെട്ടിന്റെ നിറവ് കാണാം. ചാറ്റൽമഴയും കാറ്റും നെല്ലാറച്ചാലിന്റെ ചേല് കൂട്ടുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവിടേക്ക് അഭ്യാസ പ്രകടനം നടത്താൻ ട്രാക്ടറും മറ്റു വാഹനങ്ങളും തുടർച്ചയായി എത്തുന്നുണ്ട്. പുൽമേടിനെ ഉഴുതുമറിച്ചാണ് വാഹനങ്ങൾ മടങ്ങുക. അഭ്യാസ പ്രകടനത്തിനിടെ ട്രാക്ടർ അപകടത്തിലായത് കഴിഞ്ഞ ദിവസം. ജലസേചന വകുപ്പിന് കീഴിലുള്ളതാണ് ഈ പ്രദേശം. 5 ആദിവാസി ഉന്നതികൾ തൊട്ടടുത്തുണ്ട്. ഇവരുടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയാണ് ഇത്തരം ചെയ്തികൾ. ST മേഖലയാണിത്. 5ഓളം ഉന്നതികളുണ്ട്. ഈ 5ഓളം ഉന്നതികളിൽ 100 കുടുംബത്തിലേറെ താമസിക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് വിനോദസഞ്ചാരികൾ വന്ന് പോകുന്നൊരിടമാണ്, ആസ്വദിച്ച് പോകുന്നൊരിടമാണ്. ഒരു ഫീസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു സ്ഥലത്താണ് വളരെ മോശമായിട്ട് ഇപ്പോൾ നടക്കുന്നത്. രാത്രികാലങ്ങളിൽ ലഹരി സംഘങ്ങൾ ഇവിടെ പിടിമുറുക്കുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു. പലപ്പോഴും തർക്കങ്ങളും ഉണ്ടാകാറുണ്ട്. അവധി ദിവസങ്ങളിൽ പിന്നെ ഇവിടെ വന്നിട്ട് ഓഫ് റോഡ് കയറുക, പിന്നെ മൊത്തം ചെളിയാക്കുക, എല്ലാം ചെയ്യുകയാണ്. എല്ലാ പരിപാടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചുറ്റും കറക്കുകയാണ്. ഓഫ് റോഡ് കയറിയിട്ട് മൊത്തം ചളി പിളി, നടക്കാനോ പിടിക്കാനോ ഒന്നിനും പറ്റില്ല. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. പ്രദേശത്തിന്റെ മേൽനോട്ടത്തിന് സ്ഥിരം ജീവനക്കാരെ നിയമിക്കുകയും പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുകയും വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. 24 വയനാട്. കണ്ണൂർ കൊട്ടിയൂരിൽ ദേവസ്വം ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ച സംഭവത്തിൽ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും പ്രതികളെ തിരിച്ചറിഞ്ഞില്ല എന്ന വാദവുമായി പോലീസ്. ഫോട്ടോഗ്രാഫറായ കൊട്ടിയൂർ സ്വദേശി സജീവനെ കയ്യേറ്റം ചെയ്തവരുടെ പേരും വിവരവും ചേർക്കാതെയാണ് പോലീസ് കേസെടുത്തത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യവും പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നാണ് വിവരം. നടൻ ജയസൂര്യയുടെ ഫോട്ടോ എടുക്കുന്നതിനിടെ കൂടെയുണ്ടായിരുന്ന 3 പേർ ചേർന്ന് ക്യാമറ തട്ടിമാറ്റി തുടർന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി. സെൻട്രൽ ഫിലിം സെൻസർ ബോർഡ് മുൻ അംഗം ഷിജിൽ കടത്തനാട്, ABVP മുൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി O നിധീഷ് എന്നിവർ ജയസൂര്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നതായാണ് പുറത്തുവന്ന ദൃശ്യങ്ങളിലൂടെ വ്യക്തമായത്. തിരുവനന്തപുരം നഗരസഭയിലേക്ക് ഇന്ന് BJPയുടെ പ്രതിഷേധ മാർച്ച്. സ്കൂൾ കുട്ടികളുടെ കമ്പ്യൂട്ടർ വിതരണത്തിൽ അഴിമതി എന്നാരോപിച്ചാണ് മാർച്ച്. കഴിഞ്ഞ ദിവസം BJP കൌൺസിലർക്കെതിരെ അഴിമതി ആരോപിച്ച് ഭരണകക്ഷി കൌൺസിലർമാർ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധിച്ചിരുന്നു. പുന്നക്കാമുകൾ വാർഡ് കൌൺസിലർ മഞ്ജു PV ഹരിതകർമ്മസേനാംഗത്തെ ഭീഷണിപ്പെടുത്തിയെന്ന 24 വാർത്തയെ തുടർന്നാണ് നഗരസഭായോഗത്തിൽ പ്രതിഷേധമുയർന്നത്. നോക്കാം അറിയിപ്പുകൾ.
ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഓഡിഷൻ ഇന്ന് കോഴിക്കോട് പുതിയറ ജയിൽ റോഡിലെ മഹാറാണി ഹോട്ടലിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് ഓഡിഷൻ. 14 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ഗ്യാപ് റോഡ് വഴിയുള്ള രാത്രികാല യാത്രാ നിരോധനം ഇന്നും തുടരും. റോഡിന്റെ വശങ്ങളിലുള്ള പാർക്കിങ്ങിനും നിരോധനമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരത്ത് തൊഴിൽ മേള സംഘടിപ്പിക്കും. അസാപ് കേരളയുടെ വിഴിഞ്ഞം പനവിളക്കോട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് സൗജന്യ തൊഴിൽ മേള. 100-ലധികം ഒഴിവുകളുണ്ട്. ഉദ്യോഗാർത്ഥികൾ രാവിലെ 10-ന് സർട്ടിഫിക്കറ്റുകളുമായി എത്തണം. പൊതുജനങ്ങൾക്ക് പോലീസിനെക്കുറിച്ചുള്ള പരാതി അറിയിക്കാൻ അവസരം. സംസ്ഥാന പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി തെളിവെടുപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക് ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ നടക്കും. പോലീസ് സൂപ്രണ്ടിന്റെയും അതിനു മുകളിലുള്ള ഉദ്യോഗസ്ഥരെയും കുറിച്ചുള്ള പരാതികൾ നേരിട്ട് അറിയിക്കാം. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ തൃശൂർ പീച്ചി ഡാം ഇന്ന് തുറക്കും. അണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സൂംബ ഡാൻസ് വിവാദത്തിൽ സർക്കാരിനെ വിമർശിച്ച് സമസ്ത മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. വിദ്യാർത്ഥികൾ ഇടകലർന്ന് നൃത്തം ചെയ്താൽ ഭാവിയിൽ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകും. ഫിസിക്കൽ ട്രെയിനിംഗ് അധ്യാപകർ അവരുടെ ധർമ്മം നിർവഹിച്ചാൽ കുട്ടികൾക്ക് വ്യായാമത്തിനുള്ള സാഹചര്യമുണ്ടാകും. മുസ്ലിം സമുദായം മാത്രമല്ല ഇതര സമുദായത്തിൽ നിന്നുള്ളവരും ഇതിനെതിരെ രംഗത്ത് വരണമെന്നും ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി 24-നോട് പറഞ്ഞു. സർവതന്ത്ര സ്വതന്ത്രരായി നൃത്തം ചെയ്താൽ അത് ആ കുട്ടികളുടെ ഭാവി ജീവിതത്തിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക. യഥാർത്ഥത്തിൽ ഫിസിക്കൽ ട്രെയിനിങ്ങിന് നിശ്ചയിക്കപ്പെട്ട അധ്യാപകന്മാർ അവരുടെ ധർമ്മം യഥായോഗ്യം നിർവഹിച്ചാൽ കുട്ടികൾക്ക് ആരോഗ്യം നിലനിർത്താൻ, വ്യായാമത്തിന്, കുട്ടികൾക്ക് വിനോദത്തിനൊക്കെയുള്ള ധാരാളം സമയവും സൗകര്യവും ഉണ്ടാവും. ഇത് ധാർമ്മിക ബോധമുള്ള രക്ഷിതാക്കൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. മുസ്ലിം സമുദായം മാത്രമല്ല ഹൈന്ദവ സഹോദരങ്ങളും ക്രിസ്തീയ സഹോദരങ്ങളും മാനവിക കാഴ്ചപ്പാടിൽ കുടുംബം പുലർത്തുന്ന സകല മനുഷ്യരും ഇതിനെതിരെ അതീവ ഗുരുതരമായി ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വരണമെന്നാണ്. മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് സമീർ ബിൻ കരീമാണ്. സമീർ, ഗുഡ് മോർണിംഗ്. ഈ സൂംബ ഡാൻസ് എങ്ങനെ കുട്ടികളുടെ ഭാവിയിൽ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി പറയുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഈ ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളുകളിൽ ഇടകലർന്ന് നൃത്തം ചെയ്യുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇവരുടെ ഭാവി ജീവിതത്തിൽ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സമസ്ത മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി വ്യക്തമാക്കുന്നത്. ഈ ധാർമ്മിക ബോധമുള്ള രക്ഷിതാക്കൾക്ക് സൂംബ ഡാൻസ് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നു. മുസ്ലിം സമുദായം മാത്രമല്ല ഇതര സമുദായത്തിൽ നിന്നുള്ളവരും ഇതിനെതിരെ രംഗത്ത് വരേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. സ്കൂൾ PTA-യും സംഘാടകരും മറ്റുള്ള സംഘടനകളും ഒക്കെ തന്നെ ഇടപെട്ട് വിദ്യാർത്ഥികളെ ഗുരുതര വിപത്തിൽ നിന്നും രക്ഷപ്പെടുത്തും എന്നുള്ളതാണ് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി വ്യക്തമാക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റുകളായ ദൈവനിഷേധികളാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ ദുഷ്ടലാക്ക് നടപ്പിലാക്കുന്നത് നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ മറ്റുള്ള മതസംഘടനകളും ഈ സൂംബ ഡാൻസ് സ്കൂളുകളിൽ നടപ്പാക്കുന്നതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ക്രിസ്റ്റീന, വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിക്ക് മുകളിലെത്തിയാൽ ഇന്ന് സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് തമിഴ്നാട് വെള്ളമൊഴുക്കും. നിലവിൽ 135.6 അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. സെക്കൻഡിൽ 3800 ഘനയടി ജലം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുമ്പോൾ 2117 ഘനയടി വെള്ളമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനാണ് ചേരുന്നത്. രാഹുൽ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ഈ സ്പിൽവേ ഷട്ടറുകൾ തുറക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? കൃഷ്ണ, നിലവിൽ എന്തായാലും ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓരോ മണിക്കൂറിലെ കണക്കുകൾ വരുമ്പോഴും പോയിന്റ് 0.5 എന്ന നിലയിൽ ജലനിരപ്പ് കൂടുകയും ചെയ്യുന്നുണ്ട്. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് നിലവിൽ എന്തായാലും കൂട്ടിയിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ജലനിരപ്പ് ഉയരില്ല എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വള്ളക്കടവിലാണ്. അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നാൽ ആദ്യം വെള്ളം എത്തുന്ന സ്ഥലമാണ്. ജനവാസ മേഖലയാണ് ഈ വള്ളക്കടവ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ശാന്തമായി പുഴ ഒഴുകുകയാണ്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. വലിയ അളവിൽ ജലനിരപ്പ് ഉയർന്നിട്ടൊന്നുമില്ല. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം വരെ ഒരുപക്ഷെ മൂടി ഒഴുകേണ്ട സമയമാണ് ഇപ്പോൾ മഴയുടെ ഒരു തോത് നോക്കുകയാണെങ്കിൽ. പക്ഷെ അത്തരത്തിലൊരു സാഹചര്യം നിലവിലില്ല. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം എത്തിയാൽ പോലും നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തൂടെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി പോവുക അല്ലാതെ കൂടുതൽ അളവിലേക്ക് വീടുകളിലേക്കോ മറ്റും ഒന്നും വെള്ളം കയറാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ നിൽക്കുന്നതിന്റെ സൈഡിൽ തന്നെയാണ് ഈ വീടുകളെല്ലാം ഉള്ളത്. അത് കൃത്യമായി നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഒരുപാട് ഉയരത്തിലാണ്. അങ്ങോട്ടേക്കൊന്നും വെള്ളം കയറാനുള്ള ഒരു സാധ്യത ഈ വള്ളക്കടവ് ഭാഗത്തില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ആശങ്ക ഒഴിവാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ
മുൻ വർഷങ്ങളിലെ, അതായത് 2021 സാഹചര്യം, 2018 സാഹചര്യം, 2019 സാഹചര്യം, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആളുകൾക്ക് വലിയ തരത്തിലുള്ള ആശങ്കയുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ കൂടുതൽ വെള്ളം തുറന്നു വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെല്ലാം ജില്ലാ ഭരണകൂടം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 883 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുള്ള കണക്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ അടുത്തുള്ളത്. ഏകദേശം 3000-ത്തോളം ആളുകൾ മാറ്റി പാർപ്പിക്കപ്പെടേണ്ടി വരും. ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും, ക്യാമ്പ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളും റെഡിയാണ് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് നമ്മളും ആവർത്തിച്ച് പറയുകയാണ്. എന്തായാലും ജലനിരപ്പ് ഓരോ മണിക്കൂറിലെ കണക്ക് വരുമ്പോഴും ഉയരുന്നുണ്ട്. പക്ഷേ അത് ആശങ്കപ്പെടുത്തുന്ന അളവിലേക്കല്ല ഉയരുന്നതെന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. രാഹുൽ, ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴയുണ്ടോ ഇപ്പോൾ? രാഹുൽ, പുലർച്ചയോടുകൂടി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ഒരല്പം കനത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാത്രിയിലൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഇന്നലെയും കാര്യമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ പുലർച്ചയോടുകൂടി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്തു. അതിന്റെ തോതിലുള്ള നീരൊഴുക്ക് ഡാമിലേക്ക് കൂടിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ രാവിലെ ഉണ്ടായിരുന്ന അത്രയും നീരൊഴുക്കില്ല. ഇന്നലെ രാവിലെ ഏകദേശം 6000-ത്തോളം ഖനിയടി വെള്ളം ഓരോ സെക്കൻഡിലും ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം 3800-ഓളം ഖനിയടി വെള്ളം മാത്രമേ ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുള്ളൂ. ഇന്നലത്തെ അപേക്ഷിച്ച് കുറവുണ്ട്. പക്ഷേ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വരും മണിക്കൂറുകളിൽ കൂടാനുള്ള ഒരു സാധ്യത തമിഴ്നാട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലാ ഭരണകൂടവും അത്തരത്തിലുള്ളൊരു നിർദ്ദേശമാണ് തരുന്നത്. എന്തായാലും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ്, അവർ പരമാവധി കൊണ്ടുപോകാൻ പറ്റുന്ന വെള്ളം എന്ന് പറയുന്നത് 2300 ഖനിയടി വെള്ളമാണ്. അതിന് അത്രയും തന്നെ വെള്ളം അവർ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. പെരിസ്റ്റോക്ക് പൈപ്പ് വഴിയും അതുപോലെ തന്നെ ഇറച്ചിപ്പാലം വഴിയും അപ്പർ ഡാമിലേക്ക് വെള്ളം എത്തിക്കും എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നിൽക്കുന്ന പുഴയാണെങ്കിൽ പോലും, ഇതാണ് പെരിയാർ. ഈ പെരിയാറിലാണെങ്കിൽ പോലും ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും, വലിയ ആശങ്കപ്പെടുത്തുന്ന അളവിൽ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന അളവിലൊന്നും വെള്ളം ഒഴുകി പോകുന്നില്ല. ജലനിരപ്പ് അത്ര കണ്ടൊന്നും ഉയർന്നിട്ടൊന്നുമില്ല. നമ്മൾ ആദ്യമേ പറയുന്ന പോലെ തന്നെ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം എത്തിയാൽ പോലും ഏകദേശം ചെറിയ അളവിൽ മാത്രമേ വെള്ളം ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് ഒഴുകുകയുള്ളൂ. നിലവിൽ 136 അടിയിൽ എത്തിയാൽ മാത്രമേ ഈ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുകി പോവുകയുള്ളൂ. അതായത് സ്പിൽവേ ഷട്ടറുകളുടെ തുടക്കം എന്ന് പറയുന്നത് 136 അടിയിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം വരുന്ന വെള്ളമാണ് കവിഞ്ഞ് ഒഴുകി പോകുന്നത്. ഷട്ടറുകൾ തുറന്നാൽ കവിഞ്ഞൊഴുകി പോവുക ഷട്ടറുകൾ ഈ 136 അടിക്ക് മുകളിലേക്ക് എത്തുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഒഴുകി എത്തുന്ന വെള്ളം മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. കൂടുതൽ തോതിലുള്ള വെള്ളം ഒരു കാരണവശാലും ഒറ്റയടിക്ക് ഷട്ടറുകൾ ഉയർത്തി 136 അടിയിൽ എത്തുമ്പോൾ എന്തായാലും തുറന്നു വിടില്ല. നേരത്തെ 142 അടിയിലാണ് ജലനിരപ്പെങ്കിൽ, അല്ലെങ്കിൽ ആ ഘട്ടത്തിലാണ് ഷട്ടറുകൾ ഉയർത്തുന്നതെങ്കിൽ ഓരോ മണിക്കൂറുകളിലും അതിന്റെ അളവ് ഈ ഷട്ടറുകൾ ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തേക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം. രാഹുൽ, ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് രാഹുൽ വിജയൻ ഇപ്പോൾ അറിയിക്കുന്നത്.